ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. സൗന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. പശ്ചിമബംഗാളിലെ ഫാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇറ്റലി സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള ഔദ്യോഗിക പര്യടനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിന് 15 കരാറുകളിൽ ഒപ്പുവെച്ചു. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലേക്കാണ് പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശനം നടത്തിയത്. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇത് സഹായകമാകുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു. രാഷ്ട്രീയപരമായും സാമ്പത്തികമായും മാത്രമല്ല, ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലൂടെയും ഒരു രാജ്യത്തിന്റെ ശക്തി അളക്കപ്പെടുമെന്നും അവർ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മറ്റന്നാൾ ആരംഭിക്കുന്ന ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജൂലൈ 4-നാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒപ്പുവെച്ചതിന്റെ 250ാം വാർഷികം അമേരിക്ക ആഘോഷിക്കുന്നത്. സൗന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ലേപനങ്ങളായോ സ്പ്രേ ആയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെ നിരോധിത ചേരുവകളുടെ ഉപയോഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്നിവ നിയമലംഘനമാണെന്നും CDSCO വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞ ചെയ്തവരിൽ 3 വനിതാ മന്ത്രിമാരും ഉൾപ്പെടുന്നു. നിലവിൽ ജോസഫ് വിജയ് സർക്കാരിൽ ഒരു വനിതാ മന്ത്രി ഉൾപ്പെടെ 9 മന്ത്രിമാരുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള 2 അംഗങ്ങൾ കൂടി മന്ത്രിസഭയുടെ ഭാഗമായതോടെ ആകെ അംഗസംഖ്യ 32ആയി. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർ G. സുധാകരന് മുന്നിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. വിശദാംശങ്ങളിലേക്ക്. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. കളമശ്ശേരിയിൽ നിന്നുള്ള അംഗം VE അബ്ദുൾ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം അംഗമായ AKM അഷ്റഫ് കന്നഡയിലാണ് സത്യപ്രതിജ്ഞ എടുത്തത്. ദേവികുളം അംഗമായ F. രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. ഫൈസൽ ബാബു, മാണി സി കാപ്പൻ, മാത്യു കുഴൽനാടൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ എടുത്തു. സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് സത്യപ്രതിജ്ഞ പട്ടികയിൽ അവസാനത്തെ അംഗം. ജൂൺ 3 വരെയാണ് 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിലെ പ്രധാന കാര്യപരിപാടികൾ. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പിരിയുന്ന സഭ ഈ മാസം 29-ന് വീണ്ടും ചേരും. അന്നേ ദിവസം ഗവർണറുടെ നയപ്രഖ്യാപനം നടക്കും. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ച സഭയിൽ നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പശ്ചിമബംഗാളിലെ ഫാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 24-നാണ് വോട്ടെണ്ണൽ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. രാജീവ് ഗാന്ധിയുടെ ചരമവാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഡൽഹിയിലെ വീർഭൂമിയിൽ പുഷ്പാർച്ചന നടത്തി.
തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് നടന്ന അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു. ത്രിപുര, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ ഹൈവേകളുടെ ഗുണനിലവാരവും പരിപാലനവും സംബന്ധിച്ച പുരോഗതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സുസ്ഥിരവും കാര്യക്ഷമവുമായ ഹൈവേകൾ കണക്ടിവിറ്റിക്കും യാത്രാ സൌകര്യം ശക്തിപ്പെടുത്തുന്നതിനും അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രിമാരായ അജയ് തംത, ഹർഷ് മൽഹോത്ര, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. മെറ്റ, ഗൂഗിൾ, ടെലഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളുടെ പ്രതിനിധികളുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. ടെലഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നതിൽ അദ്ദേഹം ആശങ്ക അറിയിച്ചു. ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചത്. നീറ്റ് UG പുനഃപരീക്ഷ കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിന് വിളിച്ചു ചേർത്ത കേന്ദ്ര സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുടെ യോഗത്തിലും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അധ്യക്ഷത വഹിച്ചു. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എബോള റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങൾ വഴി യാത്ര ചെയ്തു വരുന്നവർക്കും ഇത് ബാധകമായിരിക്കുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ അതീവ ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണം. എബോള രോഗിയുടെ രക്തവുമായോ ശരീരസ്രവങ്ങളുമായോ നേരിട്ട് സമ്പർക്കം പുലർത്തിയ യാത്രക്കാർ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മുൻപ് എയർപോർട്ട് ഹെൽത്ത് ഓഫീസറെയോ ഹെൽത്ത് ഡെസ്കിനെയോ അറിയിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ. സ്വന്തം രാജ്യത്തെ പരാജയങ്ങൾ മറച്ചുവെക്കാനാണ് പാകിസ്ഥാൻ അതിർത്തിയിലും മറ്റ് രാജ്യങ്ങളിലും അക്രമങ്ങൾ നടത്തുന്നതെന്ന് UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P. ഹരീഷ് പറഞ്ഞു. ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെട്ട് പാകിസ്ഥാൻ സംസാരിക്കുന്നത് ഉചിതമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. It is ironic that Pakistan, with its long tainted record of genocidal acts, has chosen to refer to issues that are strictly internal to India. The United Nations Assistance Mission in Afghanistan has reported that in the first 3 months of 2026, 750 civilian deaths and injuries were documented in Afghanistan as a result of cross-border armed violence perpetrated by Pakistani military forces, most of which occurred due to airstrikes. It is hypocritical to espouse high principles of international law while targeting innocent civilians in the dark. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGov ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 171 പോയിന്റ് ഇടിഞ്ഞ് 75,131 നിഫ്റ്റി 21 പോയിന്റ് നഷ്ടത്തിൽ 23,626 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 1,17,280 രൂപയും ഗ്രാമിന് 14,660 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ കീഴിൽ ക്ഷയരോഗം തുടച്ചു നീക്കുന്നതിനായി ലോകത്തിലെ ഏറ്റവും വലിയ പരിശോധനാ രോഗനിർണയ പ്രവർത്തനങ്ങളിലൊന്നാണ് ഇന്ത്യ നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. ജനീവയിൽ നടന്ന 79ാമത് ലോകാരോഗ്യ അസംബ്ലിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. സൗന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. പശ്ചിമബംഗാളിലെ പാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.